80 ഞാനിപ്പോൾ പറയുന്നത് 86 സീറ്റിൽ BJP നടത്താൻ പോകുന്നു. 86 സീറ്റിൽ BJP നടത്താൻ പോകുന്ന വമ്പിച്ച പോരാട്ടമായിരിക്കും. സംശയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നടത്തിയത് 36 സീറ്റുകളായിരുന്നു. അത് എങ്ങും എത്താതെ പോയി. പിന്നെ എന്ത് കോൺഫിഡൻസിലാണ് ഈ 80 സീറ്റുകൾ? എന്റെ കൂടെ 10 കൃത്യകാരി ഉണ്ടെന്ന് അറിയാം, അതും കൂടെ കളയണം. പക്ഷെ അതൊന്നും ഇവിടെ കേൾക്കല, ചെലവാകല. പാലായിൽ ജോസ് കെ മാണി, ഷോൺ ജോർജ്, മാണി സി കാപ്പൻ ഒരു പോരൊരുങ്ങിയാൽ വിജയ ശതമാനം എത്രമാത്രമാണ്? ഈ തെരഞ്ഞെടുപ്പിൽ പാലായിൽ BJP സ്വീകാര്യമായാൽ പാർട്ടി പിളർക്കുന്ന ഡേറ്റ് നോക്കിയാൽ മതി, അതൊരു സംശയമില്ല, പിളർപ്പിലേക്ക് പോകും. പാലാ നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം ഒരു 50% ആളുകൾ BJPയുടെ ഭാഗമായിരിക്കും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. പാലായിൽ NDA സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് വരുമെന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയും മാധ്യമങ്ങൾ പ്രവചിക്കുന്നുണ്ട്. ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് അമൃത TV-യിലാണെന്ന് താങ്കൾ കൊടുത്തൊരു അഭിമുഖത്തിൽ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80ഓളം സീറ്റുകൾ നേടി BJP അല്ലെങ്കിൽ NDA അധികാരത്തിൽ വരുമെന്നൊരു പ്രസ്താവന താങ്കൾ നടത്തി. എന്താണ് അതിൻ്റെ ഒരു സാധ്യത? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നടത്തിയത് 36 സീറ്റുകളായിരുന്നു. അത് എങ്ങും എത്താതെ പോയി. പിന്നെ എന്ത് കോൺഫിഡൻസിലാണ് ഈ 80 സീറ്റുകൾ? കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആനുകാലിക സംഭവവാസങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കി. LDF-ഉം UDF-ഉം ഒരേപോലെ പ്രതിക്കൂട്ടിലാണ്. ഈ ദേവസ്വം ബോർഡിൻ്റെ കൊള്ളയ്ക്ക് 10 വർഷത്തിനിടെ നടന്നതാണോ? 2 പതിറ്റാണ്ടല്ല 3 പതിറ്റാണ്ടായി ദേവസ്വം ബോർഡ് മുഴുവൻ കൊള്ളയുകയാണ്. ഇവിടെ കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇവർ രണ്ടുപേരും നടത്തുന്ന ശ്രമങ്ങൾ, ഇവർ രണ്ടുപേരും ഈ സമുദായങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് കാണിക്കുന്ന വർഗീയ കോപ്രായങ്ങൾ, ഇതൊക്കെ കേരള ജനതയ്ക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ 80 ഞാനിപ്പോൾ പറയുന്നത് 86 സീറ്റിൽ BJP നടത്താൻ പോകുന്നത്. 86 സീറ്റിന് മുകളിൽ BJP 86 സീറ്റിൽ BJP നടത്താൻ പോകുന്ന വമ്പിച്ച പോരാട്ടമായിരിക്കും. സംശയം ഞാൻ 140 സീറ്റിലും വലിയ പോരാട്ടം നടത്തി BJP അധികാരത്തിൽ വരുന്നത്. പക്ഷേ 86 സീറ്റിൽ 86 മുകളിൽ സീറ്റിൽ BJPയുടെ വലിയ പോരാട്ടം ഈ പ്രാവശ്യം കേരളം കാണും. പോരാട്ടത്തിന്റെ അവസാനത്തെ റിസൾട്ട് എന്തായിരിക്കും? അല്ല, അത് ജനം തീരുമാനിക്കേണ്ട വിഷയമാണ്. എന്താണെങ്കിലും ഒരു കാര്യം നിങ്ങളും അംഗീകരിക്കുന്നുള്ളൂ, BJP ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ശക്തിയാണ് കേരളം മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു പല മണ്ഡലങ്ങളിലും ആര് ജയിക്കണം ഇവിടെ പറയട്ടെ. ഈ നിയോജകമണ്ഡലത്തിൽ മാത്രം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 16% വോട്ട് ഇൻക്രീസ് ഉണ്ടായി നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഈരാറ്റുപേട്ട ബ്ലോക്കിൽ. എന്നാൽ സീറ്റ് കിട്ടിയത് 22ആണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് 2 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ജയിച്ചു. അവിടെ എടുത്തു പരിശോധിച്ചാൽ 20 സീറ്റിലെങ്കിലും ക്രോസ് വോട്ടിംഗ് നടത്തിയാൽ മതി തോറ്റ, അല്ലെങ്കിൽ നമ്മുടെ സീറ്റ് 40-ന് മുകളിൽ പോയത്. 20 സീറ്റിലെങ്കിലും 50 താഴെ മാർജിനിലാണ് മാറ്റിയത്. അത് ഒന്നെങ്കിൽ കോൺഗ്രസ് കാണുള്ളൂ, അല്ലെങ്കിൽ CPM കാണുള്ളൂ. ഇപ്പം മഞ്ചേശ്വരം സീറ്റ് സ്ട്രെയിറ്റ് ഫൈറ്റ് ത്രികോണം നടക്കുന്ന സ്ഥലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് എല്ലാ കാലത്തും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ BJP ഡിഫെൻഡ് ചെയ്യാൻ ഈ ക്രോസ് വോട്ടിംഗ് നടന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഏത് നിയോജകമണ്ഡലത്തിലാണെങ്കിലും ആ ക്രോസ് വോട്ടിംഗ് നടക്കും. ഇവിടെ ഇപ്പോൾ BJP ജയിക്കാൻ പോകുന്ന, ഇപ്പോൾ ഈ പ്രാവശ്യം BJP ജയിക്കാൻ പോകുന്ന എല്ലാ നിയോജകമണ്ഡലങ്ങളും എടുത്ത് നോക്കിയോ, ക്രോസ് വോട്ടിങ്ങിനെ അതിജീവിച്ചായിരിക്കും BJP ജയിക്കാൻ പോകുന്നത്. നോ സംശയം. അത് എനിക്ക് അത്ര ആത്മവിശ്വാസമുണ്ട്. BJP ജയിച്ചു വരുന്ന മുഴുവൻ സീറ്റുകളിലും ആ ക്രോസ് വോട്ടിങ്ങിനെ അതിജീവിച്ച് വേണം BJP ജയിക്കാൻ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ജയിച്ചു വരുന്ന എത്ര സീറ്റാണോ അത് കഴിഞ്ഞുള്ള സീറ്റുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് അവിടെ ക്രോസ് വോട്ടിങ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ ഇനിയും BJPക്ക് സമയമാണ്. സ്വാഭാവികമായിട്ടും ആ കേരള ജനത ആ ചിന്താഗതിയിലേക്ക് എത്തും. വളരെ നല്ലൊരു നേതൃത്വം ഇവിടെ നടന്നുണ്ട്, നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏറ്റവും അധികം ചീത്ത വിളിച്ചത് കെ സുരേന്ദ്രനെയാണ്. മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ ചീത്ത വിളിച്ചത്, മനസ്സിലായില്ലേ? ഏറ്റവും നല്ല സംസ്ഥാന പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു കെ സുരേന്ദ്രൻ. എന്താ നിങ്ങൾ കണക്കെടുത്ത് പരിശോധിക്കും, 20% കൊണ്ട് എത്തിച്ചു. ഇപ്പൊ കെ സുരേന്ദ്രനെ ഒരു മനുഷ്യന് ചീത്ത വിളിക്കേണ്ടതാണല്ലോ. എന്താ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മാറി, ഇപ്പൊ അദ്ദേഹത്തിന് എല്ലാ മാധ്യമങ്ങൾക്കും ഇഷ്ടമാണ്, അത് കുഴപ്പമില്ല. അദ്ദേഹം അപ്പം സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുരേന്ദ്രനോടാണ് ഈ മാധ്യമങ്ങൾക്കല്ല ഈ കുഴപ്പം. നിങ്ങൾ മനസ്സിലായില്ലേ? കെ സുരേന്ദ്രനെ പോലെ ഒരു ഫൈറ്റർ കേരള സംസ്ഥാനത്തില്ല, അറിയോ? അത്രയും നല്ല ഫൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നതോടെ വരെ എന്തോ ഒരു ചിത്തവിളിയായിരുന്നു അദ്ദേഹത്തെ. പ്രസിഡന്റ് സ്ഥാനത്ത് മാറി പുള്ളി സമാധാനമായിട്ട് അദ്ദേഹത്തിന്റെ സംഘടനാ ചുമതല നയിച്ചു പോകുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ആർക്കും ഒരു തെറ്റുമില്ല. അപ്പൊ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുള്ള കുഴപ്പം കെ സുരേന്ദ്രന്റെ വ്യക്തിയല്ല, പക്ഷെ അദ്ദേഹം നടത്തിയ വ്യക്തിഗത എത്രയായിരുന്നു അദ്ദേഹത്തിനെതിരെ. അപ്പൊ ഇതൊക്കെ പ്ലാൻഡ് ആണ്, വളരെ പ്ലാൻഡ് ആണ്, മനസ്സിലായില്ലേ? ഇപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു, എന്തുമാത്രം ആക്രമണമാണ് നടക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ മുസ്ലിം വിരോധി അറിയാവും. ഈ വീടിരിക്കുന്നതിന് ചുറ്റുവട്ടം മുഴുവൻ മുസ്ലിം സഹോദരങ്ങളാണ്.
ഈ വീടിൻ്റെ തിണ്ണയിൽ ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം മുസ്ലിംസാണ്. അല്ല, അങ്ങനെയൊക്കെ ക്രൈസ്തവ വിരോധിയായിരുന്നു ഒരു കരോൾ പരാമർശത്തിൽ. അതെവിടെയാ വന്നത്? ആരാ ഒരു കാടയിലാണ് വന്നത്. മര്യാദയ്ക്ക് കരോൾ നടത്തിയില്ല, അടി കിട്ടും ഷോൺ ജോർജ്. ഡൽഹി നടത്തിയ പത്രസമ്മേളനത്തിൽ മീഡിയ വൺ ചാനലിൻ്റെ കാർഡാണ്. എന്താ ഉദ്ദേശം? മീഡിയ വൺ എന്താ ഉദ്ദേശം? ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ. ഞാൻ ആ പ്രസ് കോൺഫറൻസിൽ ഞാൻ മുഴുവൻ ആക്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ബംഗ്ലാദേശിൽ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന നരകത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് മര്യാദയ്ക്ക് കരോൾ നടത്തിയില്ല, അടി കിട്ടും ഷോൺ ജോർജ്. ഞാൻ എന്താ പറഞ്ഞത്? മര്യാദയ്ക്ക് ഒരു കരോളല്ല അവിടെ നടത്തുന്നതെന്ന് വിശ്വസിക്കുന്നു. പാർട്ടി അതുമായിട്ട് യാതൊരു ബന്ധമില്ല. അവിടെ ആക്രമിച്ചത് പാർട്ടിയല്ല. പിന്നെ ഞാനാ പറഞ്ഞത് എൻ്റെ അർത്ഥം പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ആക്രമണം അവിടെ നടന്നത്. അവർ CPM-ന്റെ നേതൃത്വത്തിൽ ആ കരോൾ നടന്നത്. അവിടെ പ്രാദേശികമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ മര്യാദയ്ക്ക് നടന്നില്ല, അടി കിട്ടുമോ? മര്യാദയ്ക്ക് നടന്നില്ല, ലോകത്ത് എവിടെ അടിയിട്ടില്ലേ? മര്യാദയ്ക്ക് നടന്നില്ല ഒക്കെ. അതിനെ കൃത്യമായിട്ട് മര്യാദയ്ക്ക് കരോൾ നടത്തിയില്ലേ അടി കിട്ടും. ഏതാ? എൻ്റെ കൂടെ 10 ക്രിസ്ത്യാനി ഉണ്ടെന്ന് അറിയാം, അതും കൂടെ കളയണം. പക്ഷെ അതൊന്നും ഇവിടെ കേൾക്കല, ചെലവാകല. ഞാൻ ഈ കെ സുരേന്ദ്രനെ പറ്റിയുള്ള പരാമർശം ഒരുപക്ഷെ BJP-യുടെ പല നേതാക്കന്മാർക്കും ഇഷ്ടപ്പെടില്ല. എന്നാൽ നിങ്ങൾ അറിയാൻ മേലെ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ഗ്രൂപ്പും ഇല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് നരേന്ദ്രമോദി ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളെല്ലാ ഗ്രൂപ്പുകാരാണ്. അങ്ങനെയല്ല, അല്ല എല്ലാവർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തിപരമായി എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ അവർ കൂടെ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഷോൺ ജോർജിനെ ഇഷ്ടപ്പെടുന്ന, ഷോൺ ജോർജിനോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ഷോൺ ജോർജിൻ്റെ രീതികൾ ഇഷ്ടപ്പെടാത്ത ആൾ, ഇതൊരു 16 കോടി അംഗങ്ങളുള്ള ജനാധിപത്യ പാർട്ടിയാണ്. ഷോൺ ജോർജിൻ്റെ രീതികൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അവരുടെ സ്പേസ് നമ്മൾ കൊടുക്കണം. ഈ പാർട്ടിയിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പാർട്ടിയുടെ കോർ കമ്മിറ്റി അംഗമാണ് ഞാൻ, BJP-യുടെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗമാണ്. ആ കോർ കമ്മിറ്റി നടക്കുന്ന ചർച്ചകൾ അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനും ഈ പാർട്ടിയിലോട്ട് വരുന്നതിന് മുമ്പ് ഇതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പം എന്നോട് ഒരിക്കൽ ജോർജ് കുര്യൻജി പറഞ്ഞു, ഷോണെ ഇതിനകത്ത് പെട്ടെന്ന് നോക്കും, നമുക്ക് കുറേ ഗ്രൂപ്പുണ്ടെന്ന് നോക്കും, ഇതിനകത്ത് ഒരു ഗ്രൂപ്പും ഇല്ല. ഞാനത് തമാശയായിട്ട് അന്നെടുത്ത്, ശരിക്കും അതാണ്, ഇതിനകത്ത് ഒരു ഗ്രൂപ്പും ഇല്ല. പിന്നെ സ്വാഭാവികമായും അവരവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ എല്ലാവരും അവർ സംരക്ഷിക്കാൻ ശ്രമിക്കും, സ്വാഭാവികമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയില്ലാത്ത? എനിക്ക് തോന്നുന്നു അങ്ങ് മറ്റ് പാർട്ടിയിൽ നിൽക്കുമ്പോഴും സ്വന്തം പാർട്ടിയിൽ നിൽക്കുമ്പോഴും അങ്ങേ കൃത്യമായി ഒബ്സർവ് ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു കെ സുരേന്ദ്രൻ. കാരണം ഒരിക്കൽ കെ സുരേന്ദ്രൻ ഞങ്ങളുടെ ഫ്ലോറിൽ ഒരു ഇന്റർവ്യൂവിന് വന്നു. അന്ന് അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദിച്ചത് എന്തിന് PC ജോർജിനെ BJP-യിലേക്ക് എടുത്തു ഒരു ചോദ്യമായിരുന്നു. അന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ PC ജോർജിനെ മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊരു കാര്യം കൂടി ഉണ്ട് PC ജോർജിന്റെ കയ്യിൽ. അതെന്താ? അയാളുടെ മകൻ ഷോൺ ജോർജാണ്. അദ്ദേഹത്തിന് ഉത്തരമായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നവകേരള ന്യൂസിന്റെ ഫീഡിൽ ആ മറുപടി കിടപ്പുണ്ട്, റീലായി തന്നെ കിടപ്പുണ്ട്. അങ്ങനെ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്ത് BJP-യിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്നെ BJP-യിൽ കൊണ്ടുവന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവച്ച 2 പേര്, രാജീവേട്ടനാണൊന്ന്, 2 സുരേന്ദ്രനാണ്. എനിക്ക് വേണ്ട സ്പേസ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 24 hours പൊളിറ്റീഷ്യനാണ്. എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, എൻ്റെ പ്രൊഫഷൻ ഞാൻ കൊണ്ടു നടന്നിരുന്നു. പക്ഷേ എൻ്റെ മനസ്സും എൻ്റെ രീതികളുമൊക്കെ ഞാൻ 100% എൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ തലയിലുള്ളൂ. ഇതെല്ലാം പിന്നെ ജീവിതമാർഗ്ഗങ്ങൾ എപ്പോഴും നമ്മുടേതായ വഴിക്ക് ഞാൻ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്, എനിക്ക് റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടുണ്ട്, നഷ്ടമുണ്ടായ കച്ചവടങ്ങളുണ്ട്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് എനിക്ക് പ്രാന്തമുള്ളൊരു കാര്യം കൃഷിയാണ്. ഇതെല്ലാം ആണെങ്കിലും ഇതിനൊക്കെ അപ്പുറത്ത് എൻ്റെ തലയിൽ 24 മണിക്കൂർ രാഷ്ട്രീയമാണ്. ഞാൻ BJP-യിൽ അല്ലാത്ത സമയത്തും കൃഷ്ണദാസേട്ടനായിട്ടും മുരളീധരനായിട്ടും സുരേന്ദ്രനായിട്ടും രാജീവേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബിഗ് ബ്രദർ അല്ലെങ്കിൽ എൻ്റെ ഒരു മെൻറ്റർ എന്ന് ഞാൻ പറയുന്നത്, എനിക്ക് അദ്ദേഹമായിട്ടുള്ള പാർട്ടിക്ക് അപ്പുറത്തൊരു അറ്റാച്ച്മെൻറ്റ് അദ്ദേഹത്തോടുണ്ട്. അത് കുറച്ച് വ്യക്തിപരമാണ് എങ്കിൽ പോലും ഞാൻ അങ്ങനെ കരുതിപ്പോയി, അതാണ്. അതുപോലെ എന്നെ ഒരു ജ്യേഷ്ഠൻ്റെ വാത്സല്യത്തോടു കൂടിയാണ് എന്നെ പാർട്ടി വരുന്നതിന് മുമ്പും സുരേന്ദ്രനെ കണ്ടിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പണിയെല്ലാം അദ്ദേഹത്തിനോട് ചെയ്തു കൊടുത്ത ആളാണ്. നമ്മളെവിടെ നിന്നാലും അവിടെ ആ കൂറ് കാണിക്കണം എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാവരുമായിട്ടും മുരളീധരൻ ചോദിച്ചു നോക്കി, എന്നോട് ആളുകൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് പാർട്ടി ഓഫീസിലെ പിള്ളേർ സെറ്റ് എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഷോൺ ജോർജ് എങ്ങനെയാണ് ഈ മുരളിയേട്ടൻ്റെ ഗുഡ് ബുക്കിൽ കയറിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം മുരളീധരൻ അങ്ങനെ വളരെ ക്ലീനായിട്ട് ഒരാൾ ഒബ്സർവ് ചെയ്ത് ഒരാൾ മുരളീധരനെ അടുത്തോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ പോലും മുരളീധരൻ അവനെ 3 പ്രാവശ്യം ഒബ്സർവ് ചെയ്യും. അയാൾ ക്ലിയർ ആയിരിക്കണം, അയാൾ 100% ഒരു അലിഗേഷൻ നാളെ പോലും അവൻ്റെ എതിരെ വരുന്ന ഒരാളെ മുരളീധരൻ്റെ അടുത്ത് നിർത്താൻ. അപ്പോൾ അവരെല്ലാം എന്നോട് ചോദിക്കുന്നവരുണ്ട്, എങ്ങനെ മുരളീധരൻ്റെ ഗുഡ് ബുക്കിൽ കയറി? ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന പണി ചെയ്തു പോകുന്ന ആളാണ്. എന്നെക്കുറിച്ച് പരാതിയുള്ളത് എൻ്റെ വീട്ടിൽ മാത്രമേ കാണുള്ളൂ, ഞാൻ എന്നെ കാണാറില്ലെന്നുള്ള പരാതി. ഈ നേരത്തെ ശോഭാ സുരേന്ദ്രന്റെ പേര് പരാമർശിച്ചു പോയത് കൊണ്ട് ഞാനൊരു ചോദ്യം, വേറെ ഒന്നുമല്ല, കുത്തിത്തിരിപ്പൊന്നുമല്ല, കായംകുളത്ത്
കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഒരു മാസ്മരിക പെർഫോമൻസ് ഉണ്ട്. ഒരു പക്ഷേ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി എത്തിയിരുന്നില്ലെങ്കിൽ വിജയിക്കേണ്ട സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. പക്ഷേ കായംകുളം സീറ്റിൽ കായംകുളത്ത് 15,000 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന BJPയുടെ വോട്ട് ഷെയർ 40,000-ന് മുകളിലേക്ക് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിക്കൊണ്ടു. പക്ഷേ BDJSന്റെ സീറ്റാണ്. കായംകുളം വിട്ടു നൽകില്ല എന്ന് BDJS കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിൽ പറയുകയും ചെയ്തു. BDJS ചില സമയത്തെങ്കിലും BJPക്ക് ഒരു ബാധ്യതയായി മാറുന്നില്ലേ? അല്ലേ, അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. ഇപ്പോൾ അതിന് ഈ മുന്നണി സംവിധാനത്തെക്കുറിച്ച് പണ്ട് രാഹുൽ ഗാന്ധിയാണെന്ന് തോന്നുന്നു ഒരു ഡെഫിനിഷൻ പറഞ്ഞത്. ഇറ്റ്സ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ആൻ എലക്ഷൻ. എല്ലാ മുന്നണി സംവിധാനങ്ങളും അങ്ങനെയാണ്. എല്ലാ പാർട്ടിക്കും അവരവരുടെ ഐഡിയോളജി ഉണ്ട്. അപ്പോൾ അവരെ പരസ്പരം അത്തരം കാര്യങ്ങൾ പരസ്പരം കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ ശോഭാ സുരേന്ദ്രനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ അവിടെ BDJSന് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ജാളി ജയിച്ചു വരണമെന്നല്ലേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂഞ്ഞാർ സീറ്റ് BDJSൻ്റെ ആണ്. പൂഞ്ഞാർ സീറ്റ് BDJSൻ്റെ അല്ലേ? അവരത് വിട്ടുതരാതെ പൂഞ്ഞാർ സീറ്റിൽ BJPക്ക് മത്സരിക്കാൻ കഴിയുമോ? ഇല്ല. തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ടതാണ്. BDJSന് അർഹതപ്പെട്ട സീറ്റാണ് പൂഞ്ഞാർ. അവരിവിടെ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറച്ച് 2,000 വോട്ട് താഴെ പിടിച്ചത്. പക്ഷേ അതിന് മുമ്പത്തെ പ്രാവശ്യം 10,000-12,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ സീറ്റ് അവരുടെ ക്ലെയിമാണ്. പക്ഷേ അവർ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ BJP അവതരിപ്പിച്ച് BJPക്ക് BDJSനെ കൺവിൻസ് ചെയ്യാൻ പറ്റി. ഇതിനേക്കാൾ നല്ലൊരു സീറ്റ് BDJSന് സ്വാധീനമുള്ളൊരു സീറ്റ് കൊടുത്തുകൊണ്ടോ അല്ല നമുക്ക് അതിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാലല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം കായംകുളത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവരങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനം, ഇപ്പോൾ ശോഭ ചേച്ചി കായംകുളത്താണ് മത്സരിക്കുന്നതെന്ന് നമ്മൾ ഒരു തീരുമാനത്തൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ശോഭ ചേച്ചി കായംകുളത്ത് മത്സരിക്കുന്നെങ്കിൽ മികച്ച സ്ഥാനാർത്ഥിയാണ്. നമുക്ക് രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പാർട്ടിക്ക് വേറെ അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല, നാട്ടുകാർക്കും വേറെ അഭിപ്രായം ഉണ്ടാകാൻ, BDJSന്റെ നേതൃത്വത്തിനും ആ അഭിപ്രായത്തിന് അപ്പുറത്തൊരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ വന്നാൽ ഒരുമിച്ച് ഇരുത്തിക്കണം. അതിനാണല്ലോ ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്ന് ഇപ്പം അവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് സാമുദായിക സമവാക്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ല, ആ സമുദായിക സമവാക്യം വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയല്ലേ ശോഭ ചേച്ചി? അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളും അവർ ഉയർത്തിയ വോട്ട് ഷെയർ വെച്ച് നോക്കുമ്പോൾ കായംകുളത്ത് അങ്ങനെ BDJSന് വലിയ നിർണായകമായ സ്വാധീനമുള്ള സ്ഥലമല്ലേ കുട്ടനാട്, വൈക്കം, അങ്ങനെ എത്രയോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ 86 സീറ്റിൽ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇടിവെട്ട് സ്ഥാനാർത്ഥിമാരുണ്ടാവും. ഈ പാലായിൽ ജോസ് കെ മാണി, ഷോൺ ജോർജ്, മാണി സി കാപ്പൻ ഒരു പോരൊരുങ്ങിയാൽ വിജയ ശതമാനം എത്രമാത്രമാണ് ഒരു കോൺഫിഡൻസ്? എൻ്റെ സംഘടനാ പ്രവർത്തനം കൃത്യമായി ചിട്ടപ്പെടുത്തുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാലായിൽ ഞാൻ ഒരു ഇലക്ഷൻ മാനേജർ കൂടിയാണ്. ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ എൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റിനകത്ത് ഒരു വലിയ കുഴപ്പങ്ങൾ സംഭവിക്കും. കാരണം ഞാൻ കാൻഡിഡേറ്റ് ആയിട്ട് പോകുമ്പോൾ ഞാൻ വേറൊരു തരത്തിലാണ്, എൻ്റെ സ്വഭാവമേ മാറിപ്പോകും. അങ്ങനെ ഞാൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ 20,000 വോട്ടിന് മുകളിലേക്ക് ഭൂരിപക്ഷത്തെ കൊണ്ടുനടക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഭൂരിപക്ഷം പാലാ പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ പറയുമ്പോൾ ഒരു അതിശയം പറഞ്ഞു. എനിക്ക് 42 വയസ്സുണ്ട്. 16 വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ. ഇപ്പോൾ എത്ര വർഷത്തെ പരിചയമുണ്ട് എനിക്ക്? 26 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം എനിക്കുണ്ട്, പരിചയം എനിക്കുണ്ട്. അങ്ങനെ ഒരാൾ ഞാൻ പാലായിൽ പോയി മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ പാലായിൽ ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ പാലായിക്ക് പോകും നിങ്ങൾ വിചാരിക്കുന്നില്ല. എനിക്ക് അവിടെ ഒരു കണക്കില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഞാനവിടെ മത്സരിക്കാൻ പോയാൽ ഞാൻ അറ്റപ്പറ്റ 4,000 വോട്ടിന് ജയിക്കാൻ വേണ്ടി ഞാൻ പോവില്ല. എനിക്കവിടെ എൻ്റെ കണക്കുകൾ ഇപ്പം നാളെ രാവിലെ ഇലക്ഷൻ നടക്കുന്നെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇനി മുമ്പോട്ട് 2 മാസക്കാലമുണ്ട്. ആ 2 മാസക്കാലം ഞാൻ എന്താണെന്ന് പാലായി അറിയിക്കണം. പാലായിലെ ജനങ്ങളെ എനിക്കറിയാം, ഞാനത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനെന്താണെന്ന് പാലായി അറിയിച്ചാൽ മാത്രമേ പറയുള്ളൂ. ഇനി പാർട്ടി അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് തീരുമാനിക്കുന്നത്. അവർക്കും ഇതേ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിടാൻ ഒരു ഇലക്ഷൻ ഇവിടെ ഇൻചാർജാണ് ഞാൻ. ആ ഇൻചാർജ് എന്ന നിലയിൽ അവിടുത്തെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഞാൻ നോക്കും. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. പക്ഷേ പ്രശ്നമുണ്ട്, ഷോൺ ജോർജിനെ അവർ വിശ്വാസത്തിലെടുക്കുമായിരിക്കും. പക്ഷേ ഷോൺ ജോർജ് പ്രദാനം ചെയ്യുന്ന പാർട്ടിയെ പാലായിലെ ജനങ്ങൾ എത്രമാത്രം വിശ്വാസത്തിലെടുക്കും? ആ റിസ്ക് ആണ് എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ട്, BJP അത്രമാത്രം പാലായിൽ അക്സെപ്റ്റബിൾ ആണോ? മനസ്സിലായില്ലേ? ആ BJPയെ പാലായിൽ അക്സെപ്റ്റബിൾ ആക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന പോരാട്ടമാണ്. അത് പാലായിൽ അക്സെപ്റ്റബിൾ ആയാൽ 5 ജില്ലകളിൽ BJP സ്വീകാര്യമാവും. 5 ജില്ലകൾ. ഈ തെരഞ്ഞെടുപ്പിൽ പാലായിൽ BJP സ്വീകാര്യമായാൽ 5 ജില്ലകളിൽ BJP അടുത്ത തെരഞ്ഞെടുപ്പ് തൂത്തുവരും.
അതിനുവേണ്ടിയാണ് എൻ്റെ പോരാട്ടം. എന്തായാലും ഷോൺ ജോർജ് പറയുന്ന വാചകങ്ങളെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനോ വി ഡി സതീശനോ പോലും സാധ്യമാകാത്തൊരു അത്ഭുതം കാണിച്ച പി സി ജോർജിന്റെ മകനാണ്. അത്രത്തോളം രാഷ്ട്രീയം അടുത്തു നിന്ന് കണ്ട ആളാണ്. ഈ ഇത്രയും വർഷക്കാലം ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. കാരണം ഒരു സ്വതന്ത്രനായ ഒരാൾക്ക് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ആ ഇലക്ഷൻ മുമ്പിൽ നിന്ന് നയിച്ച ആളാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പാല എന്ന് പറയുന്നത് അത്ഭുതം കാണിക്കുന്ന ഒരു നിയോജകമണ്ഡലമായി മാറും. അത് ചെയ്യുന്നത് ഈ രാഷ്ട്രീയ ഈ പോരാട്ടം പാലായിൽ ഇപ്പം ഞാൻ അതിൻ്റെ ചുമതലക്കാരനാണ്. സ്ഥാനാർത്ഥിയല്ല, സ്ഥാനാർത്ഥിയാകുന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ പാലായിൽ ഈ പോരാട്ടത്തിന് വേണ്ടി കളമൊരുക്കുന്നത് BJPയുടെ അടുത്ത 25 വർഷത്തെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ്. അത് ഞങ്ങൾ ആ കടമ നിർവഹിച്ചിരിക്കും പാലായിൽ. ശരി, ഞാൻ BJP രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലാതെ പുറത്തുനിന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. സമയപരിമിതി എനിക്കറിയാം, പക്ഷെ വിശദമായ ഒരു സമയം പിന്നീട് ഞങ്ങൾക്ക് അനുവദിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഈ ജോസ് കെ മാണിയുടെ അങ്ങയുടെ എന്തായാലും മത്സര രംഗത്തേക്ക് എത്തും എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മുഖ്യ എതിരാളിയായി വരാൻ പോകുന്ന ഒരാളാണ് ജോസ് കെ മാണി. ഈ ജോസ് കെ മാണിയുടെ ഈ മുന്നണി മാറ്റമില്ല എന്ന തീരുമാനം അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മോശം തീരുമാനമായി തോന്നിയിട്ടുണ്ടോ? ശരി, അവർക്ക് ഈ ഞാൻ BJP ചേർന്നത് എനിക്കൊരു ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ്. നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമായിരുന്നില്ല. അതിനെ വിലയിരുത്തിയേക്കുന്നൊക്കെ പലപ്പോഴും വേറെ ഓപ്ഷൻ ഇല്ലാതെ അങ്ങനെ അല്ലായിരുന്നു. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചാൽ മനസ്സിലാവും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ചിരുന്നു ഞാൻ BJP ചേരുന്നതിന് മുമ്പ്. നീ തിരുവനന്തപുരം വരെ ഒന്ന് വാ, സതീഷുമായിട്ട് നമുക്കിരിക്കാം, നിനക്ക് പൂഞ്ഞാറ് സീറ്റ് തന്നേക്കാം. MLA ആകാനാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് ഏറ്റവും ഓപ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ അതായിരുന്നു. പക്ഷേ എനിക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ BJPയിൽ വന്നത്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഈ വരാൻ പോകുന്ന 2026 ഇലക്ഷനല്ല. BJP അധികാരത്തിൽ വരുന്ന ഒറ്റ കാഴ്ചപ്പാടിൽ മാത്രം മുമ്പോട്ട് പോകുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞാനിപ്പോൾ കേരള കോൺഗ്രസിനെ കുറ്റം പറയല്ല, 30 വർഷത്തിനിടയിലെങ്കിലും പ്രതിദാനം ചെയ്യുന്ന മധ്യകേരളത്തിലെ കർഷക വിഭാഗങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ടോ? സമയാസമയത്ത് മുന്നണി മാറി മന്ത്രിസ്ഥാനം കൈപ്പറ്റുന്ന ഒഴിച്ചാൽ അത് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഒരു സാധാരണ ചെറുപ്പക്കാരൻ അവൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ കഴിയില്ല. എൻ്റെ മുമ്പിൽ വന്നിരുന്നൊരു കേരള കോൺഗ്രസ്സുകാരൻ 10 മിനിറ്റ് ഇരുന്നാൽ ഞാൻ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്ക് കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് റബ്ബർ ബോർഡിൻ്റെ മുമ്പിൽ റബ്ബറിന് വില കൂട്ടണമെന്ന് പറഞ്ഞൊരു സമരം, കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നൊരു പത്രക്കുറിപ്പ്. ഇതാണ് കേരള കോൺഗ്രസ് മാക്സിമം. ഇപ്പോൾ അവർ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു. ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഏറ്റവും മോശമായ ഒരു കാലഘട്ടമാണ്. എടുത്ത തീരുമാനം തെറ്റിപ്പോയി. എൻ്റെ വിശ്വാസത്തിൽ റോഷി അഗസ്റ്റിനും N ജയരാജും പ്രമോദ് നാരായണും അദ്ദേഹത്തിന് കൂടെയില്ല. പൂഞ്ഞാറ് MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തിങ്ങിനും ജോബ് മൈക്കിളിനും LDF നിന്നാൽ ഇനി കച്ച് പിടിക്കില്ല. അവർക്ക് എങ്ങനെയും ചാടണമെന്നുണ്ട്. ഇനിയിപ്പം ജോസ് കെ മാണി ചാടിയില്ലെങ്കിലും അവർ കൈപ്പത്തി ചിഹ്നത്തിലോ ജോസഫ് ഗ്രൂപ്പുമായിട്ടോ ചേർന്ന് ജോസഫ് ഗ്രൂപ്പിന് സെബാസ്റ്റ്യൻ കുളത്തിങ്ങലിനെ വേണ്ട എന്നുള്ളതാണ് ഞാൻ അറിയാം. അവരെ ചതിച്ചിട്ട് പോയതുകൊണ്ട് തിരിച്ചു വേണ്ട, ഈ പൂഞ്ഞാറ് സീറ്റിൽ അവർക്ക് അല്ലാതെ വേറെ സ്ഥാനാർത്ഥി ഉണ്ടാക്കാം എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ജോബ് മൈക്കിള് കച്ചി തൊടില്ല. അതാണ് ഇപ്പം ചങ്ങനാശ്ശേരിയിലെ ഒരു അവസ്ഥ. ലോക്സഭാ റിസൾട്ട് വളരെ വളരെ മോശമാണ്. അപ്പം ഇവർക്ക് മാത്രം നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയ നിലയിൽ അവർക്ക് UDF പോയാൽ കൊള്ളാമെന്നുണ്ട്. ജോസ് കെ മാണിക്കും ആ ആഗ്രഹമുണ്ട്. കാപ്പൻ പാലാ വിട്ടുകൊടുക്കില്ല. ഇനി മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജോസ് കെ മാണിക്ക് ഇനി രാജ്യസഭയിൽ 4 വർഷം കൂടെ കാലാവധി നിൽക്കുകയാണ്. ഈ 4 വർഷം കൂടെ കാലാവധി നിൽക്കുമ്പോൾ മത്സരിക്കാൻ പോയാൽ ജയിച്ചാലും തോറ്റാലും അത് രാജിവെച്ചാലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഇനി വരാൻ പോകുന്ന മന്ത്രിസഭ CPM-ൻ്റെ ആണെന്ന് അവർക്ക് ഉറപ്പില്ല. അങ്ങനെ വന്നാൽ ആ മറ്റൊരു മന്ത്രിസഭ മാറി വന്നാൽ ആ രാജ്യസഭാ അംഗത്വം കൂടെ പോകും. അത് വിട്ടിട്ട് ഇത് മേടിക്കാൻ വന്നാൽ അതും പോകും ഇതും പോകുന്ന ഒരവസ്ഥയും കൂട്ടത്തിൽ ആരും ഇല്ലാത്തൊരവസ്ഥയും. പാർട്ടിക്കുള്ളിൽ പാലായിൽ പോലും റോഷി ഗ്രൂപ്പ് ഫോം ചെയ്തു ഈ ഒരാഴ്ച കൊണ്ട്. റോഷിയുടെ ശക്തമായ, അതും ചെറിയ ആളുകളൊന്നുമല്ല, പാലായിലെ പരമ്പരാഗതമായ മാണി ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരെല്ലാം റോഷിയുടെ കൂടെ അണിനിരന്നു കഴിഞ്ഞു. വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ജോസ് കെ മാണിക്കുള്ളത്. അതിനെ എങ്ങനെ അദ്ദേഹം തരണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, പാലായിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാവാൻ വരാനുള്ള സാധ്യത ഇല്ല, കുറവാണ്. വേറെ ഓപ്ഷനൊന്നുമില്ല. പക്ഷേ എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഭയങ്കര നെഗറ്റീവാണ്. കാരണം പാലായിൽ മാണി ഗ്രൂപ്പിനകത്തുനിന്ന് അദ്ദേഹത്തിനെതിരെ വോട്ടുണ്ടാവും. അക്ഷരാർത്ഥത്തിൽ ഈ ഭരത്തിനിടയിൽ എന്തോ കുടുങ്ങിപ്പോയ ഒരു കുരങ്ങന്റെ അവസ്ഥയിലാണ് ജോസ് കെ മാണി. സത്യം, എന്തോ കുടങ്ങി ഇത് അങ്ങോട്ടും മേലെ ഇങ്ങോട്ടും മേലാത്തൊരവസ്ഥ. ഇപ്പോൾ രാവിലെ മറ്റേ പനിക്ക് പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ
രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മുന്നണിയെ പൂഴ്ത്തി പറയുക എന്നുള്ളതാണ് പുള്ളി. ഇപ്പം ഇന്നലെ വലിയ ശക്തമായ മുന്നണിക്ക് വേണ്ടി പറയുന്നുണ്ട്. എന്നാലും ഒരു ഓപ്ഷൻ അവിടെ ഇരുന്നുണ്ട്. ഓക്കെ, ഞാൻ സ്റ്റിൽ ഇനിയും ഈ ദിവസങ്ങളിൽ മുന്നണി മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇനി ജോസ് കെ മാണിക്ക് അതല്ലാതെ ഓപ്ഷനില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 പേരുകാർ ഒപ്പം ഉണ്ടാവില്ല. റോഷി അഗസ്റ്റിൻ പാർട്ടി പിളർക്കുന്ന ഡേറ്റ് നോക്കിയാൽ മതി, അതൊരു സംശയമില്ല, പിളർപ്പിലേക്ക് പോകും. റോഷി അഗസ്റ്റിൻ പാർട്ടി പിളർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇയാളുടെ സ്വഭാവം അനുസരിച്ച് സ്വാഭാവികമായിട്ടും പിളർപ്പിലേക്ക് പോകേണ്ട ഒരു പാർട്ടിയും കൂടെ സഹിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഇല്ല. അല്ല, അത് അവിടെയൊക്കെ ഞങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങ് പോരും. മനസ്സിലായില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. പാലാ നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ ഒരു 50% ആളുകൾ BJPയുടെ ഭാഗമായിരിക്കും. അതാണ് താങ്കളുടെ അത് കണക്കൂട്ടില്ല, അതാണ് എൻ്റെ ടാർഗറ്റ്. അവരെല്ലാം ഉൾക്കൊള്ളാൻ BJPക്ക് കഴിയും. കൂടെ നിന്നാൽ അവർക്ക് ഗുണവും BJPയുടെ ഒപ്പം നിന്നാലേ ഉള്ളൂ. 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷം എവിടെ നിന്ന് വരുന്നു എന്നതിന്റെ ചില ഉത്തരങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.